നമ്മളിൽ പലരും ചെക്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകളായിരിക്കും. അപ്പോൾ ചെക്കുകൾ മടങ്ങാറുമുണ്ടാവും. അപ്പോൾ ഈ ചെക്കുകൾ എങ്ങനെ ക്രെഡിറ്റ് ബ്യൂറോനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. നമ്മുടെ ചെക്ക് മടങ്ങിയത് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് മൂലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിൽ ബാലൻസ് കീപ്പ് ചെയ്യുക, എന്നിട്ട് ചെക്ക് റീഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം. ഓക്കെ, ഇനി നമ്മൾ ചെക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്യാഷ് ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് റിസീവ്ഡ് ലെറ്റർ കളക്ട് ചെയ്തതിന് ശേഷം ഈ ഡിസോണർ ആയ ചെക്കും അതിന് കൂടെ അറ്റാച്ച് ചെയ്ത് കൺസേൺഡ് ബാങ്കുകളിലോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ക്രെഡിറ്റ് ബ്യൂറോയിൽ തന്നെ പോയിട്ട് നമുക്കിത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് രീതിയിലും ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ നമുക്ക് അൺപെയ്ഡ് എന്നുള്ള സ്റ്റാറ്റസിൽ നിന്നും പെയ്ഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മുടെ ചെക്ക് മടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞു, ആരും ആ ചെക്ക് ക്ലെയിമും ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് ബ്യൂറോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് തരുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ബ്യൂറോയെ സമീപിച്ചു കഴിഞ്ഞാലും അത് അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്.